കേരളത്തിലെ പ്രസിദ്ധവും അതിപുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് വശത്ത് 5 കിലോമീറ്റർ മാറി പാർവതി പുത്തനാറിൻ്റെ തീരത്താണ് പ്രശസ്തമായ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചാമുണ്ഡേശ്വരി ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 600 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ സ്ഥാനത്താണ് ദേവി കുടികൊള്ളുന്നത്. നിത്യശാന്തിക്കും മാറാരോഗങ്ങൾ മാറുന്നതിനും രോഗശാന്തിക്കും വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ദേവിയെ ദിനംപ്രതി തൊഴുതുമടങ്ങുന്നു. കടുംപായസമാണ് ദേവിയുടെ ഇഷ്ടനിവേദ്യം. കാര്യങ്ങൾ താമസം കൂടാതെ നടക്കുന്നതിനും ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിനുമായി ദേവിക്ക് തുടർച്ചയായി 13 വെള്ളിയാഴ്ച രക്തപുഷ്പാർച്ചന നടത്തുന്നതും ദേവീദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ക്ഷേത്രത്തിലെ മനോഹരമായ വാസ്തുവിദ്യ ആകർഷകമാണ്. പ്രധാന പ്രതിഷ്ഠ ചാമുണ്ഡി ദേവിയാണെങ്കിലും രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി, ശാസ്താവ്, മഹാഗണപതി, ഭുവനേശ്വരി, ആയിരവല്ലി, യോഗീശ്വരൻ എന്നിവരെയും ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. പക്ഷേ അത് ക്ഷേത്രത്തിന് പുറത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മഹാചാമുണ്ഡി, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി എന്നിങ്ങനെ 3 വ്യത്യസ്ത രൂപത്തിലാണ് ചാമുണ്ഡി ദേവിയെ ഇവിടെ ആരാധിക്കുന്നത്. ദേവി നടയുടെ വലതുവശത്ത് രക്തചാമുണ്ഡി നടയുണ്ട്. ഈ നടയിൽ വിഗ്രഹമില്ല, മറിച്ച് ഒരു രൗദ്രഭാവത്തിൽ ദേവിയുടെ ഒരു ചുവർ ചിത്രം മാത്രമാണുള്ളത്. ദേവിയുടെ ഇഷ്ട വഴിപാടായ വെടിവഴിപാടും ഇവിടെയുണ്ട്. ദേവീക്ഷേത്ര മതിലിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള നാഗരുകാവും കളവും സ്ഥിതി ചെയ്യുന്നു. ഈ നാഗരികാവ് നിരവധി ഇനം വൃക്ഷങ്ങളും വള്ളിച്ചെടികളും ഔഷധ സസ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ്. സർപ്പദോഷം അകറ്റാൻ എല്ലാ മാസവും ആയില്യനാളിൽ ആയില്യപൂജയും 100 പാലും അർച്ചനയും നൽകാവുന്നതാണ്. സർപ്പദോഷങ്ങളുണ്ടെങ്കിൽ നാഗരാജാവിന് പുള്ളുവൻ പാട്ട് നേർച്ചയായി നടത്താവുന്നതാണ്. ക്ഷേത്രത്തിലെ ഉത്സവനാളിലെ ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് താലപ്പൊലി. കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവിയുടെ അത്ഭുത കഥകളും ഐതിഹ്യങ്ങളും ഇനിയും ഒരുപാടുണ്ട്. മനസ്സറിഞ്ഞു വിളിച്ചാൽ വെളിപ്പുറത്താണ് കരിക്കകത്തമ്മ. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കരിക്കകത്തമ്മയുടെ നടയിൽ വന്ന് ദർശനം നടത്തിയാൽ ജീവിതം സഫലമാകും. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവുമുണ്ട്.